ഇറാൻ യുദ്ധത്തിന് പിന്നാലെ ലബനാനിലും തുടങ്ങിവെച്ച യുദ്ധം ഇസ്രായേലിന് വെല്ലുവിളിയാകുന്നു. യുദ്ധം ലക്ഷ്യം കാണാത്ത സാഹചര്യത്തിൽ ചർച്ചയിലേക്ക് പോകണമെന്ന് ഇസ്രായേലിലെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ഇസ്രായേലിന്റെ ആക്രമണത്തോടെ 10 ലക്ഷം പേരാണ് വീട് വിട്ട് ലബനാനിൽ പലായനം ചെയ്തത്. ഇതിനിടെ പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരാൻ സൗദി പ്രത്യേക ഫ്ലൈറ്റുകളും ആരംഭിച്ചു. ഇസ്രായേലും യുഎസും ഇറാൻ ആക്രമണം ആരംഭിച്ചതോടെയാണ് ലബനാനിലെ ഹിസ്ബുള്ള ഇറാന് അനുകൂലമായി ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയത്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള സായുധ വിഭാഗം ഇറാന്റെ അതേ സൈനിക മാതൃകയിലാണ് ഇപ്പോഴും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതും. ഇതോടെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിരുന്നു. ഇതിപ്പോൾ സിവിലിയൻ കേന്ദ്രങ്ങളും കടന്നു. ഇതോടെ ലബനാന്റെ 15% വരുന്ന ഭൂപ്രദേശം ബഫർ സോണാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ലബനാനിലെ രാഷ്ട്രീയ സംഘടന കൂടിയായ ഹിസ്ബുള്ളക്ക് എതിരാണ് അവിടുത്തെ ഔദ്യോഗിക ഭരണകൂടം. ആയുധം വെച്ച് ഹിസ്ബുള്ള കീഴടങ്ങണമെന്ന ഭരണകൂട നിർദ്ദേശം ഹിസ്ബുള്ള തന്നെ തള്ളിയിരുന്നു. ഇസ്രായേലിനെതിരെ ചെറുത്തു നിൽക്കുന്ന ഹിസ്ബുള്ള ഈ യുദ്ധത്തിലും വലിയ തലവേദനയാണ് ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലെ നഗരങ്ങളിൽ സൃഷ്ടിക്കുന്നത്. ഇന്നലെ ഇസ്രായേൽ സൈനികരടക്കം 2 പേർ കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലായിരുന്നു. ലബനാൻ ആരോഗ്യ മന്ത്രാലയ കണക്കനുസരിച്ച് 1000-ലേറെ പേർ ഇസ്രായേൽ ആക്രമണത്തിൽ ലബനാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 79 സ്ത്രീകളും 118 കുട്ടികളും 40 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു. 2500-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. 500-ലേറെ ഹിസ്ബുള്ള ഫൈറ്റർമാരെ കൊലപ്പെടുത്തിയതായും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. 10 ലക്ഷത്തോളം പേർ യുദ്ധത്തോടെ ലബനാനിൽ നിന്നും പലായനം ചെയ്യുകയാണ്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണങ്ങളിൽ വടക്കൻ ഇസ്രായേലിലും സെൻട്രൽ ഏരിയകളിലും നാശനഷ്ടം ശക്തമാണ്. 100 കണക്കിന് വീടുകൾ തകർന്നു. ചിലർ മരിക്കുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 10,000-ഓളം ഇസ്രായേലികൾ വീട് വിട്ട് ഇതോടെ പോയതായും റിപ്പോർട്ടുകളുണ്ട്. നേരിട്ടുള്ള ഏറ്റുമുട്ടലിനിടെ 3 IDF സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. നിലവിൽ ബഫർ സോൺ പ്രഖ്യാപിച്ചിട്ടും നിരന്തരം ആക്രമണം ഇസ്രായേലിലേക്ക് തുടരുകയാണ്. കരയുദ്ധം ഇതിനാൽ ഫലം കാണില്ലെന്നും 1 മാസത്തോളമായി ജനം ബങ്കറിലിരിക്കേണ്ട സ്ഥിതിയുണ്ടായത് യുദ്ധത്തിലെ പാളിച്ചയാണെന്നും ഇസ്രായേലിലെ പ്രതിപക്ഷം തന്നെ പറയുന്നു. കരയുദ്ധം ഉപേക്ഷിച്ച് കരാറിലൂടെ ലബനനുമായി പരിഹാരം കാണണമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. യുദ്ധം പടർന്നതോടെ സൗദി പൗരന്മാരോട് ഉടൻ ലബനൻ വിടാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.